പലരും വിചാരിച്ചിരിക്കണേ ഞാൻ ഇവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കാന്ന്. അപ്പൊ ഇവളിങ്ങനെ പഞ്ചാര വിറ്റു കുഞ്ചു നടന്നു എന്ന് പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്താണ് ഇത് ചോദിച്ചു. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു കറക്റ്റാ. 7-8 വർഷം കൊണ്ട് കുഞ്ചു പഠിച്ചു നടന്നു. അമ്മയും കല്ലും ഒക്കെ കൂടെ കന്യാകുമാരിയിലൊക്കെ പോയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവളെ കണ്ട് വന്ന് ഫോട്ടോ എടുത്തു എന്നൊക്കെ അമ്മ പറഞ്ഞു. അതിന്റെ ജാടയൊന്നും പാടില്ല, അതൊന്നും തലയിൽ കയറരുതെന്ന് എപ്പോഴും പറയും. നമ്മുടെ ഫ്രണ്ട്സ് സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കും ചെയ്യാൻ തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു ഏജ് ആണല്ലോ ഇപ്പൊ. കുർത്ത ഇടാൻ തോന്നുക, കുർത്ത വേണമെന്ന് ഡിമാൻഡ് ചെയ്യാ, അങ്ങനെയുള്ള ഞാൻ പുതിയ കുട്ടി. എനിക്ക് ആരും അറിയത്തില്ല. ഞാനില്ലേ നമ്മുടെ ഗായത്രിയുടെ മോള് നമ്മുടെ സ്കൂളില് ചേരണുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. സത്യമാണ്. അപ്പത്തേക്ക് ഞാനാ ഗായത്രിയുടെ മോള്. സ്കൂളിന് പിറ്റിയാൻ പോയപ്പോഴത്തേക്കും കുഞ്ഞു ക്ലാസ്സിൽ നിന്നൊക്കെ ഫാൻസ് അങ്ങോട്ട്. അപ്പൊ ചിറ്റയുടെ ഒരു ചുരിദാറ്, പഴയ ചുരിദാർ എടുത്ത് ഞാൻ ഇട്ടിട്ട് അത് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഞാൻ വലിയ ആളായി. വീട്ടിലാരോ പിരിവുകാര് പോലെ ആരോ വന്നു. ഞാനവിടെ അമ്മമ്മ എടുത്ത് എന്നിട്ട് അമ്മേ ഞാൻ ചായ എടുക്കട്ടെ ചോദിച്ചു. അമ്മമ്മ ഇങ്ങനെ കണ്ണുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സീൻ കോൺട്രയാണ്. ഞാൻ ഷൂട്ടിന് ചെല്ലുമ്പം എൻ്റെ അസോസിയേറ്റ് ചോദിക്കാം, എന്ത് പീഡനമാണ് ആ കൊച്ചിനെ, ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ? അതെടുത്ത് എന്നിട്ട് പോസ്റ്റും ചെയ്തു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ആക്ടിങ് ആയിരുന്നു. കല്ലുവിന്റെ ഒരു പാട്ടുണ്ടേ, ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളികളുടെ സ്വന്തം കല്ലുമോളുടെ അമ്മയുമാണ്. ഇപ്പൊ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. കാരണം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്നെ എല്ലാ വിശേഷങ്ങളും നമ്മളോട് പറയുന്ന കല്യാണിമോളും ഗായത്രി ചേച്ചിയാണ്. ചേച്ചി, കല്ലുമോളെ സ്വാഗതം. താങ്ക് യു. കല്ലുമോളും അമ്മയെന്നൊക്കെ ആയി ഇപ്പൊ. അതെ, പണ്ട് മറ്റേ നമ്മള് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഗായത്രിയുടെ മോളല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇപ്പൊ കല്ലുവിന്റെ അമ്മയല്ലേ അല്ല ചോദിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്കൊന്നും എന്റെ സീരിയലോ ഇപ്പോഴത്തെ ജനറേഷനൊന്നും അറിയണമെന്നില്ല. ചിലപ്പോ പരസ്പരം ട്രോളൊക്കെ കണ്ടിട്ടുണ്ടാവുന്നല്ലാതെ. അപ്പൊ അവരൊക്കെ വന്നിട്ട് കല്ലു ചേച്ചിയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. യൂട്യൂബ് കാണുന്നവർക്ക് കല്ലുവിനെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, കല്ലു ചേച്ചിയുടെ അമ്മയല്ലേ. കല്ലു കേട്ടോ, കല്ലു ആണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ നിക്കുന്നത്. ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ അമ്മ പറഞ്ഞത് ശരിയാണോ? ഇപ്പൊ എല്ലായിടത്തും പോകുമ്പോഴത്തേന് അതാ കല്ലുവിന്റെ അമ്മയാണെന്ന് പറയുന്നത്. എന്താ എല്ലാ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നിട്ട് വരുമ്പോ ഭയങ്കര സന്തോഷം എനിക്ക്. ഞാൻ കല്ലു ചേച്ചി അല്ലേ, കല്ലു ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്, കല്ലു ചേച്ചിയുടെ അമ്മ വന്നില്ലേ. അപ്പൊ ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുമ്പോ. കല്ലൂരാണോ ഫാൻസ് ഇപ്പൊ ഗായത്രിയാണോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു കല്ലൂന് തന്നെ ആയിരിക്കും. കല്ലൂനെ കാണാൻ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന നമുക്ക് റീച്ച് കാണുമ്പോൾ അറിയാലോ. അപ്പൊ കല്ലൂന് ഇപ്പൊ ഇവര് അമ്മയും കല്ലും ഒക്കെ കൂടെ ഇവര് മാത്രമായിട്ട് കന്യാകുമാരിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഇവളെ കണ്ട് വന്ന് ഫോട്ടോ എടുത്തു എന്നൊക്കെ അമ്മ പറഞ്ഞു. ഞാൻ പറയും അതിന്റെ ജാടയൊന്നും പാടില്ല, അതൊന്നും തലയിൽ കയറരുതെന്ന് എപ്പോഴും പറയും. ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പറയുമോ വിശേഷങ്ങളൊക്കെ? ഞാൻ അന്ന് അവിടെ പോയപ്പോ അവരൊന്നും വന്ന് മിണ്ടി ഇങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ടോ എല്ലാ വിശേഷങ്ങളും? ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാരൊക്കെ ഈ ഒരു സമയം തൊട്ടായിരിക്കുമല്ലോ പെട്ടെന്ന് നമ്മളോട് ആൾക്കാരൊക്കെ ഇങ്ങനെ അയ്യോ ഗായത്രിയുടെ മോൾ അല്ലെങ്കിൽ കല്ലു അല്ലെന്നൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേനെ ആദ്യം ഇങ്ങനെ ഇപ്പൊ എനിക്കുണ്ട് ആ ഒരു കുഴപ്പം. ഈ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് നമ്മൾ ആങ്കറിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട് എവിടെയൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേന് പെട്ടെന്ന് വന്ന് വീണ്ടുമ്പോഴത്തേന് ആദ്യം ഒലക്ക വിഴുകി പോലെ ഇരിക്കും. അതെ അതെ, ഫ്രീസ് ആയിട്ടിരിക്കും. അപ്പൊ ഈ കൂടുതലൊരു പറയും വല്ല ജാട എടുക്കാതൊക്കെ അവർക്ക് തോന്നും. എന്തിനും സംസാരിക്കും നമ്മളൊരു മിനിറ്റ്. എനിക്ക് ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു. ആൾക്കാർ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് സത്യത്തിൽ അങ്ങനെ ആൾക്കാർ വരണം, ഐഡന്റിഫൈ ചെയ്യണം, ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം എന്നൊക്കെ. പക്ഷെ വൺസ് അത് സംഭവിക്കുമ്പോൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയാത്തൊരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. അത് ശരി. അപ്പൊ ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഇത് എന്ത് ജാടയാണ് എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരു ക്രൗഡിന്റെ ഇടയിൽ നമ്മുടെ പെട്ടെന്ന് ഒരു അറ്റൻഷൻ കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ചൂളി പോവാന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിനോട് റിയാക്ട് ചെയ്യേണ്ട എങ്ങനെയാണ് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജയേട്ടനുണ്ടല്ലോ, ജയസൂര്യ ചേട്ടൻ ഒരു തവണ ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫാമിലി ഉണ്ട്. ചേട്ടനെ ഞങ്ങൾ വഴി വെച്ച് കാണുമ്പോൾ ചേട്ടൻ ഞങ്ങളോടൊന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോകുന്ന ആൾക്കാരെയൊക്കെ ജയേട്ടൻ എല്ലാവരും വിഷ് ചെയ്യും. അത് ഈ രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ.
അവരെ കൈ അതുപോലെ തന്നെ ഇപ്പം ചേട്ടന് എല്ലാവർക്കും അറിയാം, അത് ചേട്ടനും അറിയാം. അപ്പൊ ചേട്ടൻ വരുന്നവരൊക്കെ ചേട്ടൻ ഇങ്ങനെ വിഷ് ചെയ്യും. അപ്പൊ അത് കാണുന്നവർക്ക് ഭയങ്കര സന്തോഷമാവും. ജയസൂര്യ നമ്മളെ നോക്കി കൈ കാണിച്ചു എന്ന് പറയുന്ന പോലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ നമ്മളെ നോക്കുകയും ചിരിക്കുകയും സെൽഫി എടുക്കാൻ വരികയും ചെയ്യുന്നത്. അപ്പൊ അവരോട് ചിരിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു ജെസ്റ്ററാണ്. ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ ഇങ്ങനെ ലൈഫിൽ ഫ്രീസ് ആയി പോയൊരു മൊമെന്റ് ഉണ്ടോ? കാരണം ആദ്യമായിട്ടൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ആഗ്രഹിച്ചാലും ഇപ്പൊ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാൾ വന്നപ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പിന്നീടായിരിക്കില്ല പഠിച്ചത്. അപ്പൊ അങ്ങനെ ഫ്രീസ് ആയിട്ടുള്ള ഇതൊരു മൊമെന്റ് ഉണ്ടോ? അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഇൻസിഡന്റ് അങ്ങനെയില്ല. ഇപ്പം ഫസ്റ്റ് ടൈം ഒക്കെ ലുലുവിൽ പോയപ്പോഴൊക്കെ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അത് കാലിക്കറ്റ് സൈഡിൽ നിന്നൊക്കെ, അവിടെ ഉള്ളവർ ഭയങ്കര എക്സ്പ്രസീവ് ആണല്ലോ, പ്രത്യേകിച്ചും ആർട്ടിസ്റ്റുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ്, എനിക്ക് തോന്നുന്നു ഒരു വലിയ ബസ് നിറയെ ആളുണ്ടായിരുന്നു. അവര് കോഴിക്കോട് നിന്ന് ഫാമിലി ആയിട്ട് വന്ന് ലുലു എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അന്ന് പരസ്പരം നടക്കുന്ന സമയമാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പം അതായത് എല്ലാവരും ഭയങ്കര ഇപ്പം പിന്നെ ആളുകൾ കുറച്ച് നാളായി അത് കഴിഞ്ഞിട്ട്, അപ്പം അന്നത്തെ അത്രയും ആളുകൾ വന്ന് നമ്മളോട് ഇത് കാണിക്കാറില്ല. പക്ഷെ അന്ന് ആൾക്കാർക്കൊക്കെ ഭയങ്കര കത്തി നിൽക്കുന്നൊരു സമയം. അപ്പം ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട്, അപ്പം ഫുൾ ആ ഫ്ലോറിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, ഇതെന്താ ഇവിടെ ഒരു ക്രൗഡ് എൻ്റെ ചുറ്റിലും. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മള് അന്ന് ജയങ്കളായിട്ടൊരു കഫേയില് പോയി. അപ്പൊ നമ്മള് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു ബസ്, നമ്മള് ടൂർ ബസ്സാ, അത് വന്ന് അവര് കണ്ടു. അപ്പൊ അവര് ആ ബസ് അവിടെ നിർത്തിയിട്ട്, സ്റ്റുഡൻസ് അല്ലായിരുന്നു, അമ്മ കുറെ കോളേജ് സ്റ്റുഡൻസ്, അവരിറങ്ങി വന്നിട്ട് ജയങ്കളായിട്ട് അമ്മയായിട്ടൊക്കെ കുറെ ഒരു നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കഫേയുടെ മുമ്പിൽ. ആണല്ലേ? കല്ലുണ്ട് പോലെ അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ആൾക്കാർ വന്നു എന്താ ചെയ്യണ്ടേ എന്നൊക്കെ തോന്നിയൊരു. യൂട്യൂബ് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതുപോലെ എവിടെയോ പോയപ്പോ, ഏത് ഫംഗ്ഷൻ എന്തോ പോയപ്പോഴത്തേക്കും ഇങ്ങനെ കുറെ പേര്, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. നമ്മളിപ്പോ പറഞ്ഞല്ലോ ഭയങ്കര ഫ്രീസ് ആയിപ്പോയി. അപ്പൊ അത് അടിപൊളിയായിരുന്നു ആ ഒരു മൊമെന്റ് ഒക്കെ അല്ലേ. ഇപ്പൊ കുറെ നാളായി തോന്നുന്നു ഗായത്രി ചേച്ചിയും കല്ലും കൂടെ ഉള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട്. അപ്പൊ എല്ലാരെയും കല്ലുവിനെ കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴും വന്നപ്പോഴത്തേക്ക് പല്ലിൽ ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്ത് പറ്റി? പല്ലിന് ഇതുണ്ടോ? വിടവുണ്ടോ? ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അത് പക്ഷെ ചേരുന്നുണ്ട്. മറ്റേ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു അതായത് മൂവി വന്നു കഴിഞ്ഞിട്ട് എന്തോ അല്ലെ ബ്രേസസ് ഇടുന്ന ഒരു ട്രെൻഡ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ടീനേജിലേക്ക് വരുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സ് ബ്രേസസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കും ചെയ്യാൻ തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു ഏജ് ആണല്ലോ ഇപ്പൊ. കുർത്ത ഇടാൻ തോന്നുക, കുർത്ത വേണമെന്ന് ഡിമാൻഡ് ചെയ്യാ, അങ്ങനെയുള്ള ചില കല്ലു ഈ പറഞ്ഞതിൽ അപ്പൊ എന്തൊക്കെയുണ്ട്? കല്ലു ഇങ്ങനെ ഡിമാൻഡ് ചെയ്യാറുണ്ടോ? അമ്മ അവരത് ചെയ്തു, ഇതവർ ചെയ്തു, ഞാനും ചെയ്തു. അല്ല, അവര് ചെയ്തതല്ല, അവൾക്ക് ചില ആഗ്രഹങ്ങൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഇങ്ങനെ ഒരാള് ചെയ്തിരിക്കുന്നു എന്ന് കാണുമ്പോ. അപ്പം പിന്നെ ഇപ്പൊ ഇതാണ് ആപ്റ്റ് ഏജ്. കാരണം ഫേസ് ഒക്കെ നമ്മള് ഫോർമേഷൻ, എല്ലാ മസിൽസ് ഒക്കെ ഫോർമേഷൻ്റെ ഒക്കെ ഒരു ടൈം ആണല്ലോ, എല്ലാം ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ടൈം. അപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ഈ ഏജിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ചെയ്തതാണ്. ഇതിപ്പം എങ്ങനെയുണ്ട് കല്ലു? വേദന ഉണ്ടോ? വേദന ഇത് ഇട്ട ടൈമിലുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ രണ്ട് സൈഡ് ഇങ്ങനെ പൊട്ടി. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഭക്ഷണം ഒന്നും അധികം കഴിക്കാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കുന്നവർക്കാണല്ലോ ബുദ്ധിമുട്ട്. ഞാൻ ആലോചിക്കായിരുന്നു ഇങ്ങനെ ഈ കല്ലുവിന്റെ വീഡിയോസ് കാണുമ്പോൾ, കുഞ്ഞിൽ 1-2 വീഡിയോസ് ചവ്വിയായിട്ട് കവിളൊക്കെ നല്ലതായിട്ടിരുന്ന. ഇപ്പം പിന്നെ നമ്മൾ ഓൾറെഡി ഈ പ്രായത്തിൽ വളരുന്ന ഒരു ഫോർമേഷൻ ഒക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ സ്കെൽറ്റൺ ആവുമല്ലോ, ഒരു ലീൻ ബോഡി ഒക്കെ ആവും. കഴിച്ചില്ലേലും ആവും, ഫുഡ് കഴിച്ചില്ലേലും ആവും. ഫുഡൊന്നും കഴിക്കാറില്ല ഇപ്പൊ? കുറവാണോ? എന്താ ഫേവറേറ്റ് ഫുഡ്? ഫേവറേറ്റ് ഫുഡ് ഓൾറെഡി ഞാനിങ്ങനെ ചാനലിൽ കണ്ടിട്ടുണ്ട്. മമ്മിയുടെ ചപ്പാത്തി നൂഡിൽസ്. വേറെ എന്തൊക്കെയാണ് ഇഷ്ടം? വേറെ ചോറല്ലാണ്ട് ബാക്കിയല്ല. ചോറല്ലാതെ ബാക്കി വീട്ടിലുണ്ടാക്കുന്ന അല്ലാതെ ബാക്കി ആണല്ലേ? പിന്നെ എരിവ് ഇഷ്ടമല്ല. ഭയങ്കര എരിവ് എനിക്ക് പറ്റത്തില്ല. സ്വീറ്റ്സ് ആണോ ഇഷ്ടം? ഭയങ്കര സ്വീറ്റും പറ്റത്തില്ല. എനിക്ക് പുളിയും ഉപ്പും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സിനിമയ്ക്ക് ഹരികൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ, പുളി ഉപ്പില്ലാതെ എന്ത് ആഹാരം എന്ന് പറഞ്ഞു. മീനൊക്കെ വെക്കുമ്പോ എനിക്ക് പുളി അധികം ഇഷ്ടമല്ല. അപ്പൊ ഇവൾക്ക് അതിൽ നിന്ന് മാങ്ങ മാത്രം എടുത്ത്, പുളി മാങ്ങയില്ലേ, അത് മാത്രം എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പറയാറുണ്ടോ, എനിക്ക് അതുണ്ടാക്കി താമ്മ, ഇതുണ്ടാക്കി താമ്മ എന്നൊക്കെ? ഫുഡിന് അങ്ങനെ ഇടയ്ക്ക് സ്കൂളിൽ ഇപ്പം എന്തെങ്കിലും അമ്മ എന്തെങ്കിലും എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിയത്, കുറേ ദിവസം ചോറൊക്കെ കൊണ്ടുപോയി കഴിയുമ്പം അമ്മ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ പറയും, അമ്മ നാളെ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കിത്താ, നാളെ ഫ്രൈഡ് റൈസ് ബിരിയാണി അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക്
രാവിലെ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ഉണ്ടാക്കും. ഇപ്പൊ ഭയങ്കര ഇപ്പൊ ഈ പ്രായം എന്ന് പറയുമ്പോഴത്തേനും ഇച്ചിരി കൂടെ നമുക്കൊരു ബ്യൂട്ടി കോൺഷ്യസും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി വരാനുള്ള ടൈമാണല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയോ കല്ലു? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതാണ് ഞാൻ വന്നപ്പോഴത്തേക്കിന് ഞാനിപ്പോ കല്ലുവിനെ കാണാനില്ല. കല്ലു ഇവിടെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോയി കാണാം. കല്ലിന് ഇഷ്ടമാണോ കല്ലു മേക്കപ്പ്? ഭയങ്കര ഇഷ്ട ആണ്. അമ്മയുടെ തന്നെ അമ്മ വീട്ടിലില്ലാത്ത ടൈമില് നൈസായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഷെയ്ഡ് പുതിയ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യത്തില്ല പുതിയ ഷെയ്ഡൊക്കെ, ആ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ. ഇപ്പം ചേച്ചിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യം എന്താണ്? കാരണം ഇവളോട് പറഞ്ഞ് കേൾക്കത്തില്ല ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ഇപ്പം ഒന്നാമത് ഈ പിമ്പിൾ ആക്നെ അങ്ങനെ ആവുന്ന ഒരു സ്റ്റേജ് ആണ്, പിമ്പിൾസ് ഒക്കെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന സ്റ്റേജ്. അപ്പം ഞാൻ പറയും ഇങ്ങനെ കഴിയുന്നതും ഫേസിൽ ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഓഫ് മേക്കപ്പ് ഇടണല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് എനിക്ക് മടിയാ പൊതുവെ. എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് നല്ല ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്ന പൊതുവേ ഒരു മടിയുള്ള ആളാണ് ഞാൻ. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ്. വെറുതെ വീട്ടിൽ നിൽക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കല്ലു. വെറുതെ എനിക്കൊരു അമ്മയുടെ ബ്രദർ അച്ഛമ്മ എനിക്കൊരു എന്താ മേക്കപ്പിന്റെ കുഞ്ഞു ബോക്സ് ഇല്ലേ, അപ്പൊ അതിനകത്ത് കുറെ ഐഷാഡോ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒരു ഏജിന്റെ ആണ്. ഞാനും കുഞ്ഞിലെ ഈ ഒരു ഏജിൽ നമ്മളും ചെയ്തിട്ടുണ്ട് അതൊക്കെ. നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളും കഴിയുന്ന പോലത്തെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഏജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവുന്നതുകൊണ്ട് അധികം അങ്ങനെ ഒന്നും ചെയ്യരുത്. എവിടെയെങ്കിലും പോയിട്ട് വന്നാലും നല്ല ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യണം, ഫുൾ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക് തന്നെ. ഇപ്പൊ എന്നെ തന്നെ ഇരുത്തി ഒരുക്കാനും ഓരോ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ ഇടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറയാറുണ്ട് എന്റെ ഒന്നും പ്രായത്തിൽ എനിക്ക് ഇതൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ നിന്റെ പ്രായത്തിൽ എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടോ? പറയാറുണ്ട്. അമ്മമാരുടെ ഒരു സ്ഥിരം ഡയലോഗ് അല്ലേ, ഇടയ്ക്ക് വരും. അമ്മ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? അങ്ങനെ ഇതുപോലത്തെ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ലക്കി അല്ലേ നീയൊക്കെ? എന്താ അന്ന് അത് അമ്മ മാത്രല്ല എല്ലാ പാരന്റ്സും പറയല്ലോ ലക്കി അല്ലേ? അതെ ലക്കിയാ നിന്റെ എന്താ സമയത്ത് എന്തോരം സാധനങ്ങളാണ്. അത് ഇവരെന്താ ഇവർക്ക് ഒന്നിനോടും ഈ ജനറേഷൻ ഒന്നിനോടും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് അത് വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടായിരിക്കാം. ഒരു യാത്ര പോയാൽ അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോയാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതെ, അങ്ങനെയൊക്കെ പോവാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവർക്ക് കുഞ്ഞിലെ പോലെ എല്ലാം ഭയങ്കര എന്താ പറയാ എക്സ്പോസ്ഡ് ആണ് ഇതിലോടൊക്കെ അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുട്ടികളുടെ പ്രശ്നമല്ല, അവർ വളരുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ ഇതാണ്. അവർക്ക് അതിനോട് ഒന്നും കിട്ടുന്ന ഒരു പുതിയ ഒരു ഡ്രസ്സ് കിട്ടിയാലോ, പുതിയ ഈവൻ ഒരു ഫോൺ കിട്ടിയാലോ, പുതിയതായിട്ട് നമ്മളിപ്പം എന്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കിട്ടിയാലും അവർക്ക് ആ ഒരു കുറച്ച് നേരത്തെ അതിൽ പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ പറയും നമുക്ക് അത് നിങ്ങളെല്ലാത്തിനോടും നിങ്ങൾക്ക് കുഞ്ഞിലെ പോലെ എല്ലാം ഈസിലി അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ കുറവ്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഈ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും അമ്മമാരൊക്കെ ആണെങ്കിൽ ആഗ്രഹിക്കുന്നത് കുഞ്ഞു ഡ്രസ്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇടാമല്ലോ, കുർത്തി ഇടാം, ചുരിദാർ ഇടാം. പക്ഷെ ഇപ്പൊ ഉള്ള പ്രായത്തിൽ പറഞ്ഞാൽ എനിക്കത് വേണം, അല്ലെ എനിക്കും അത് ഇടണം എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അത് കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ ഡ്രസ്സ് തന്നെ ഇവൾക്ക് കുർത്ത സ്റ്റൈല് വേണം ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുർത്തിയായിട്ടും ഇടാം ഫ്രോക്കായിട്ടും ഇടാം എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേക്ക് ഞാൻ ചെയ്യിപ്പിച്ചതായിപ്പോ. അപ്പോ എന്റെ കുർത്താസ് എടുത്ത് ട്രൈ ചെയ്യുക, എന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ട് എന്റെ അമ്മയെ കൊണ്ട് 2 കുർത്ത വാങ്ങിപ്പിച്ചു, കുർത്ത തയ്പ്പിച്ചു. ഇപ്പൊ ഇങ്ങനെ കുർത്ത ഇടാൻ. അപ്പം ഞാൻ പറയുന്നു ഞാൻ ഈ സെയിം ഏജിൽ 7th 8th പഠിക്കുന്ന സമയത്ത് അമ്മയുടെ വീട്ടില് അമ്മയുടെ കസിൻ സിസ്റ്റർ ഉണ്ട് ചിറ്റയ്ക്ക് ഭയങ്കര സ്കെൽട്ടൺ ആയിരുന്നു അന്ന്. അപ്പൊ ചിറ്റയുടെ ഒരു പഴയ ചുരിദാർ എടുത്ത് ഞാൻ ഇട്ടിട്ട് അത് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഞാൻ വലിയ ആളായി അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നല. എന്നിട്ട് പിന്നെ അവിടെ വീട്ടിലാരോ പിരിവുകാർ പോലെ ആരോ വന്നു ഗസ്റ്റ്. അപ്പൊ ഞാൻ ഉടനെ അമ്മമ്മയുടെ അടുത്ത് എന്നിട്ട് അമ്മമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, അമ്മയുടെ അമ്മയാ. അമ്മേ ഞാൻ ചായ എടുക്കട്ടെ ചോദിച്ചു. അമ്മമ്മ ഇങ്ങനെ കണ്ണുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സീൻ കോൺട്രയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അത് വന്നിട്ട് നീ ആരാ ഒന്ന് ചായ എടുക്കട്ടെ ചോദിക്കാനായിട്ട്. അവര് പിരിവാരാ ചുമ്മാ വലിയ ആള് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ അമ്മമ്മ എന്നെ ഭയങ്കര ചീത്ത പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഓടിച്ചുട്ടു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, കാരണം നമ്മുടെ മൈൻഡ് മാറിയല്ലോ. ഇപ്പൊ എന്നെ ആൾക്കാർ കണ്ട 9th ഇങ്ങനെ പറയല്ലേ, എന്താ 7th അപ്പൊ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് കുർത്ത ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ അമ്മയ്ക്ക് ഫീൽ ചെയ്തോലെ ഞാൻ ഭയങ്കര വലിയ ആളോ, ഞാൻ ഭയങ്കര വലിയ ആളായി പോയി. കല്യാണം 9th സോറി
ഓ 9th-ലായല്ലേ, ഞാൻ ചോദിക്കാതിരിക്കുന്നത് എത്രയിലാണ് പഠിക്കുന്നത് എന്നൊക്കെയുള്ളത്. ശരിയാണ്, അപ്പൊ കല്ലൂരിന് തന്നെ മറ്റേ പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ ഞാൻ 9th-ലാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ടല്ലോ എത്രാം ക്ലാസ്സിലാണ്, 7th-ലാണോ 8th-ലാണോ? കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലതല്ലേ. നമ്മളിപ്പം അതെന്താ പറയുക, ഞാനൊക്കെ ഈ 10th-ലൊക്കെ പഠിക്കുന്ന സമയത്തും ഡിഗ്രിക്കും ആ സമയത്ത് ചേച്ചിമാരെ കാണുമ്പോൾ വലിയ ചേച്ചിമാരെന്ന് തോന്നും. പക്ഷെ അവിടെ എത്തുമ്പോഴും നമ്മളും അതേ സെയിം സിറ്റുവേഷൻ എത്ര ഏജ് ആയാലും അങ്ങനെ തോന്നത്തുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചേച്ചി വരുമ്പോൾ വഴക്കൊക്കെ പറയാറുള്ളൂ, എന്തിനാണ് ഇതിങ്ങനെ എന്റെ സാധനങ്ങൾ. ഞാൻ ഇതിങ്ങനെ ഇതൊക്കെ ഇപ്പൊ ഈ പ്രായത്തിലൊന്നും സ്കിന്നിൽ അങ്ങനത്തെ ഒന്നും ഇടാത്തതാണ് നല്ലത്. ഏത് പ്രായത്തിലും സ്കിന്നിനെ വളരെ എന്താ പറയുക എപ്പോഴും നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത്. മിനിമൽ ആയിട്ട് എല്ലാം ചെയ്യുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ആവശ്യമില്ലാതെ ഇങ്ങനെ അല്ലാത്ത സമയങ്ങളിലൊക്കെ അതിന് ഫ്രീ ആയിട്ട് വിടും സ്കിന്നിനെ. എന്നിട്ട് എവിടെയെങ്കിലും ഫംഗ്ഷൻ നമുക്ക് പോകാൻ അത് ഇടാതെ പറ്റില്ല എന്നുള്ളൊരു ഇപ്പോൾ ഒരു ഷൂട്ട് വന്നു, നമുക്ക് എന്തായാലും ഒന്ന് മേക്കപ്പ് ചെറുതായിട്ടെങ്കിലും യൂസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്തു. അല്ലാത്ത സമയത്ത് സ്കിന്നിനെ ദ്രോഹിക്കാതിരിക്കാനായിട്ട് എപ്പോഴും ഞാൻ പറയും. ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനെ ചേച്ചി ഈ കല്ലു ആദ്യമായിട്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും അവർക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ ഗായത്രിയുടെ മോളാണെന്നൊക്കെ. ഈ ആദ്യമായിട്ട് ഫ്രണ്ട്സ് ഒക്കെ അറിയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അവരൊക്കെ ചോദിക്കും ഗായത്രി ചേച്ചിയുടെ മോളാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ എന്താ പറയാ ഓഡിറ്റോറിയം. അപ്പൊ ഫസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഫാദറിന്റെ സ്പീച്ച്, മാമിന്റെ സ്പീച്ച് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുക, ഞാൻ പുതിയ കുട്ടി, എനിക്ക് ആരും അറിയത്തില്ല. അപ്പൊ സൈഡിൽ രണ്ടുപേരുന്നിട്ട് ഞാൻ ഗായത്രിയുടെ മോൾ അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഞാനില്ലേ നമ്മുടെ ഗായത്രിയുടെ മോള് നമ്മുടെ സ്കൂളിൽ ചേരണുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. സത്യമാണ്. എന്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ടാ നീലിമയില്ലേ, നീലിമ എന്നാളുടെ പേര്. അപ്പൊ നീലിമയും പിന്നെ വേറെ കുട്ടിയും കൊണ്ടെന്ന് പറയാം. അപ്പത്തേക്ക് ഞാനാ ഗായത്രിയുടെ മോള്. അപ്പൊ അന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഞാനാ ഗായത്രിയുടെ മോള്. അപ്പോഴത്തേക്ക് അവര് വിശ്വസിക്കണില്ല. എന്നിട്ട് അവസാനം ഞാൻ ഫോട്ടോ കൊണ്ട് കാണിച്ചവരെ, ഞാൻ ഇപ്പൊ വിശ്വസിച്ചില്ല, ഞാനാ ഗായത്രിയുടെ മോള്. അത് ഞാനും അവളെ ഇപ്പോഴും പറഞ്ഞിരുന്നു ശരിക്കും. ഇപ്പൊ ചേച്ചിയാണെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്കിന് കുഞ്ഞു പിള്ളേരെ എല്ലാരും വന്ന് മിണ്ടുമായിരിക്കുമല്ലോ. അതുപോലെ അവരുടെ അമ്മമാരൊക്കെ ഭയങ്കര ഒരു നമുക്കൊരു ആക്സെപ്റ്റൻസ് ആണല്ലോ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ടോ? സ്കൂളിൽ ഇപ്പം ഈ ഇടയ്ക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഇവരുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിഫോമിൻ്റെ കാര്യത്തിൽ. അതായത് സമ്മർ ടൈമിൽ യൂണിഫോംസ് കുറച്ച് വെതർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് എല്ലാ സ്കൂൾസും അത് അഡാപ്റ്റ് ചെയ്യണം. കാരണം ഇപ്പോഴും നമ്മൾ ഊട്ടി പോലത്തെ സ്ഥലങ്ങളിലെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള യൂണിഫോംസ് ഫോളോ ചെയ്യുന്നൊരു ഇതാണ് ഇപ്പോഴും നമ്മുടെ സ്കൂൾസിൽ. നമ്മുടെ വെതർ, പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷത്തേക്ക് സമ്മറിന് കുട്ടികൾ ടൈയും സോക്സും ഒക്കെ ഇട്ട് ജാക്കറ്റും ഒക്കെ ഇട്ട് പോകുന്നതാണ് നമുക്ക് തന്നെ ഒരു സഫക്കേഷൻ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ അവതരിപ്പിക്കുകയും സ്കൂളിൽ അവർ ഈ വർഷം മുതൽ അത് യൂണിഫോമിൽ ചേഞ്ച് വരുത്താനായിട്ട് തീരുമാനിച്ചു. അതായത് സമ്മർ തുടങ്ങുമ്പോഴത്തേക്കും ഇവരുടെ വെനസ്ഡേ യൂണിഫോം ഉണ്ട്, അത് ജസ്റ്റ് ടീഷർട്ട് ആൻഡ് പാൻസ് ആണ്. അത് കൂടുതൽ ദിവസങ്ങളിലാക്കിയിട്ട് മറ്റേ ഫോർമൽ ഡ്രസ്സുകൾ 1-2 ദിവസത്തേക്ക് അങ്ങനെ ഒരു ചേഞ്ച്, സോക്സ് ടൈ ഒക്കെ ഒഴിവാക്കാനും അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ അതൊരു വലിയൊരു സ്റ്റെപ്പാണ് ശരിക്കും ഒരു സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു റീസണായി. അതിൻ്റെ പേരിൽ കുറേ പേരൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ആ ഫസ്റ്റ് ഡേ പോയപ്പം, ഫസ്റ്റ് ഡേ നമ്മൾ പേരൻസ് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് അവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ട് സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ അന്ന് കുറേ പേരൻസ് ഇതുപോലെ വന്ന് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമ്മൾ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. കല്ലിനോട് മെയിനായിട്ട് ഇപ്പം പേരൻസ് മീറ്റിങ്ങിനൊക്കെ ആണെങ്കിലും വേറെ അമ്മമാരൊക്കെ ഒന്ന് സംസാരിക്കുമല്ലോ, എന്താണ് ഒരു മെയിനായിട്ട് ഒന്ന് പറയുന്നത്? വീഡിയോയുടെ കാര്യം പറയാറുണ്ടോ? എല്ലാവർക്കും ഞാൻ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ എല്ലാവരുടെയും അമ്മമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും എന്നോടൊന്ന് സംസാരിക്കുമ്പോഴത്തേക്കും എന്നോട് ഭയങ്കര സ്നേഹ, ആ കല്യാണക്കുട്ടി ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടീച്ചേഴ്സും എല്ലാവരും, പിന്നെ എൻ്റെ ജൂനിയേഴ്സൊക്കെ എന്ന് പറയും കല്യാണി ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അവർക്കൊരു അപരിചിതത്വം ഇല്ലല്ലോ, എപ്പോഴും കണ്ട് ഭയങ്കര ഫെമിലിയർ അല്ലേ, അപ്പൊ അവർക്ക് ആ ഒരു പരിചയക്കുറവ് കാണിക്കൂല. കല്ലു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ കുഞ്ഞു പിള്ളേരൊന്നും ഈ LKG UKG പിള്ളേർക്കൊക്കെ കല്ലിച്ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ പിക്ക് ചെയ്യാൻ പോയി, ഇവൾക്ക് വയ്യായിരുന്നു. ഇപ്പൊ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും കുഞ്ഞു ക്ലാസ്സിൽ നിന്നൊക്കെ കല്ലിച്ചേച്ചി
ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഫാൻസ് ആണോ? അപ്പൊ ഇവരോട് കല്ലു ചേച്ചി എന്താ പറയാറുള്ളത്? ഇവരൊക്കെ വന്ന് മിണ്ടുമ്പോഴത്തേന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ അവർക്കൊരു എന്താ അവർക്കിടയിൽ ഒരു മത്സരം കാണും, നമുക്ക് ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കാൻ ചേച്ചിക്ക്, കല്ലു ചേച്ചിക്ക്, അങ്ങനെയൊക്കെ എന്നോട് ഒരു വർഷം കഴിഞ്ഞ വർഷം 8th അങ്ങനെ കുഞ്ഞു പിള്ളേരുടെ നമ്മുടെ ഒരു ആർട്ടിന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ഞാൻ എന്റെ റൂമിൽ നിന്നിട്ട്, അപ്പൊ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ കുഞ്ഞു പിള്ളേര് എനിക്ക് ഫ്ലവർ ഉണ്ടാക്കി തരുമോ, എനിക്ക് ഫ്ലവർ ഉണ്ടാക്കി തരുമോ, എന്നിട്ട് ഞാൻ അന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തൊരു ഫ്ലവർ ഒക്കെ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷായി. അങ്ങനെ എന്താ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാരും വരും. അപ്പൊ ഞാൻ അവരുടെ ഒക്കെ കൂടെ സംസാരിച്ചിട്ടേ പോവാറുള്ളൂ. ഇങ്ങനെ അവരെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ഇരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ പോവാറുള്ളു. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമാണ്. അവരെ സന്തോഷം കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം. ഈ കല്ലിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും നിങ്ങൾ രണ്ടര വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ കല്ല് ഭയങ്കര സ്മാർട്ടാണ് അല്ലേ. ഈ കുഞ്ഞിലെ മുതലേ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യാനൊരു മടിയില്ല. 1-2 വീഡിയോസ് ഞാൻ കണ്ടപ്പോഴത്തേന് കഥ പറയുന്നു, പാട്ട് പാടുന്നു. അപ്പൊ ആ ഒരു പ്രായത്തിലൊക്കെ ആ ഓരോ എക്സ്പ്രഷൻ വൈസ് ഒക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ അന്ന് ചേച്ചി പഠിപ്പിച്ചു കൊടുക്കുന്നതാണോ? അല്ല, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നൊന്നുമല്ല. അത് എന്തോ ഇൻബോണായിട്ട് അങ്ങനെ ഉണ്ട് പുള്ളിക്ക്. എനിക്ക് അമ്മമാരുടെ ഒക്കെ വളർന്നുകൊണ്ട് അവരുടെ നിന്നും കുറെ കഥയും. ഇപ്പൊ അമ്മയുടെ അമ്മ ഞാൻ അമ്പിച്ചാന്ന് വിളിക്കുന്നത്. അപ്പൊ അമ്പിച്ച കുറെ ഇങ്ങനെ കഥ പറഞ്ഞു ഇങ്ങനെ കുറെ പാട്ടും ഇതൊക്കെ പഠിപ്പിച്ചു തരായിരുന്നു, കഥയും. അപ്പൊ അങ്ങനെ പിന്നെ സ്റ്റേജിൽ കയറാനുള്ള ഒരു ഇൻഹിബിഷൻ ഇല്ല. അത് വലിയൊരു, അത് ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാ പ്രായത്തിലും എവിടെയെങ്കിലും പോയി പ്രസന്റ് ചെയ്യാനും ഒക്കെ ആ ഒരു ഫിയർ ഇല്ലാത്തത് വലിയൊരു ഭാഗ്യമാണ്. അത് എന്താ പറയാ, അതും കൊച്ചിലെ പോലെ ഉണ്ട്. അത് ഞാൻ പറയും, അത് വലുതായാലും അത് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റണം. എനിക്കത് കല്ലുവിന്റെയും ഗായത്രിയുടെയും ഏറ്റവും ഒരു വീഡിയോ വൈറലായത് നമ്മുടെ പഞ്ചാരക്കുഞ്ഞിന്റെ വീഡിയോ ആണ്. അത് ആക്ച്വലി ഞാൻ ഇപ്പൊ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം. അയ്യോ, അതിപ്പം തെലുങ്ക് മീഡിയ ചെയ്തവരണം ഈ ഇടയ്ക്ക് ഒരു കുറെ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അത് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് വീണ്ടും. എന്നിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ ബ്രദർ അയച്ചു തന്നിരിക്കും ഒരു പേജ്, ഒരു ഇൻസ്റ്റാ പേജാണ്. അതിൽ ഫുള്ള് ഇത് മാത്രം ഞങ്ങളുടെ മാത്രം ഈ പഞ്ചാര കുഞ്ഞിന്റെ പല 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 പോർഷൻസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു പേജിൽ ഫുള്ള് അത് മാത്രം. അപ്പൊ അച്ഛൻ ഏതോ ഒരു പ്രാന്തൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല കേട്ടോ. എന്നാലും അപ്പൊ കുറെ ആളുകൾക്ക് അങ്ങനെ. അതെ അതെ, ആ വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ നാളെ വരുന്നു. എന്താ നോക്കി എക്സ്പ്രഷൻ. പല്ലൊക്കെ പോയിരിക്കുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടുണ്ടോ? അറിയാ അങ്ങേർക്കല്ലോ കുഞ്ചു ഇതുവരെ എത്തിയില്ലേ, എങ്ങനെയെങ്കിലും പോട്ടെ, അങ്ങനെ ഈ കുഞ്ചുവിന് വല്ല കാര്യമുണ്ടോ? ഇത് റിയൽ ആണെന്ന് വിചാരിക്കും. ഈ തെലുങ്കിലേക്ക് പോയപ്പോ അവർക്ക് ലാംഗ്വേജ് അറിഞ്ഞൂടല്ലോ. പലരും വിചാരിച്ചിരിക്കണേ ഞാൻ ഇവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കാന്ന്. ഇപ്പൊ ഞാൻ ആരാന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഈവൻ ഞാൻ അത് കഴിഞ്ഞ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്ത് ഇത് എന്റെ ഫോണിൽ ആക്ച്വലി ഞാൻ സെൽഫി പോലെ എടുത്ത വീഡിയോ. വേറെ ആരും വീഡിയോ, ഞാനും ഇവളും മാത്രമേ ഉള്ളൂ, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് കയ്യിൽ ഫോൺ പിടിച്ചിട്ട് എടുത്ത വീഡിയോയാ. അപ്പം അതിന്റെ കാരണം അറിയാം. ഞാൻ ഇതിനു മുമ്പ് ഞാൻ എന്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കുട്ടി ശരിക്കും കരഞ്ഞോണ്ട് ഇതിങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആ ഇടയ്ക്ക് വൈറലായിരുന്നു. അപ്പൊ ഇവൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ കുട്ടിയുടെ അതേ വോയിസിൽ ഇവള് പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്തതാണ്. അപ്പൊ ആ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ ടിക്ടോക്ക് ഡബ് സ്മാഷ് ചെയ്യാറ്, അതുപോലെ ചെയ്തതാണ്. ഇത് പോസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ ഷൂട്ടിന് ചെല്ലുമ്പം എൻ്റെ അസോസിയേറ്റ് ചോദിക്കുക, എന്ത് പീഡനമാണ് ആ കൊച്ചിനെ, ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ. അതെടുത്ത് എന്നിട്ട് പോസ്റ്റും ചെയ്തിരിക്കും. ഞാൻ എന്നിട്ട് പിന്നെ ആ ഒറിജിനൽ വീഡിയോ കാണിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആക്ടിങ് ആയിരുന്നു. അയ്യോ, ആക്ടിങ് ആണ്, നമുക്കൊരു അവാർഡ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ.
അങ്ങനെ അപ്പൊ ഇവളാ ശരിക്കും ഒറിജിനൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവളാ കുട്ടീനെ കറക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്തിരിക്കുക. ആ മൂക്കിൽ കൈയിടുന്നതും ചുമക്കുന്നതും ഒക്കെ അത് റിയൽ ആണ്. ആ കുട്ടി അതുപോലെ തന്നെ ചെയ്തതാ. അയ്യോ ചേച്ചി പറയുന്നത് വരെ സത്യയിടം എല്ലാരും വിചാരിച്ചിട്ടുണ്ട്, ഞാനും വിചാരിച്ചോണ്ടിരുന്നത്. കാരണം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അമ്മമാരും മക്കളെ പഠിപ്പിക്കുന്നത്. അതെന്താ വെച്ചാൽ ഞങ്ങളുടെ ഓൺ സൗണ്ടിലല്ലേ ചെയ്തിരിക്കുന്നത്, ഓൺ വോയിസും കൂടെ ആയതുകൊണ്ട് എല്ലാരും പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മ പറഞ്ഞു തരുമ്പം ഇങ്ങനെ ആലോചിക്കാറുണ്ടോ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം? കാരണം കുഞ്ഞല്ലേ അന്ന്, ഇച്ചിരി കൂടെ കുഞ്ഞാണ്. അല്ല അതിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല. അതാ ഞാൻ പറഞ്ഞു ഇവളെ ഇടയ്ക്ക് എപ്പോഴും ആ വീഡിയോ കുഞ്ഞല്ലേ അന്നപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു വീഡിയോ ഇഷ്ടമായ അത് കണ്ടോണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ കുട്ടീനെ പഠിപ്പിക്കുന്ന ഈ വീഡിയോ ഇവളെ കുറെ തവണ കണ്ടിട്ട് ഇവളിങ്ങനെ നടക്കുന്ന വഴിയൊക്കെ ഇവളന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തത്. ട്രിവാൻഡ്രത്ത് ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഇവള് ഇടയ്ക്ക് വീക്കെൻഡ്സിൽ അമ്മയും മോളും കൂടെ വരും. അപ്പൊ ഇവളിങ്ങനെ മഞ്ചാര വിറ്റു കുഞ്ചു നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇത് എന്ത് നടി ഇത് ചോദിച്ചു. അപ്പോഴാണ് ഈ വീഡിയോ ആക്ച്വലി ഞാനും കാണുന്നത്. അമ്മയുടെ ഫോണിൽ ഇവളിത് കണ്ടത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ നോക്കുമ്പോ ഇവളിത് മുഴുവൻ പറയുന്നുണ്ട്. അപ്പൊ ഞാനും ഇവളും കൂടെ അത് ചെയ്തതാ. ഞാൻ പറഞ്ഞു കൊടുത്തല്ല, ഇവളെ ആക്ച്വലി ചെയ്യുന്നോണ്ട് ഞാൻ എടുത്ത വീഡിയോയാ. അത് എനിക്കൊന്ന് ലൈവായിട്ട് കാണുന്നുണ്ട് കല്ലുവിന്റെ ഒരു പിന്നെ അത് ചെയ്തിട്ട് ശരിയായില്ല. ഞങ്ങൾ അതിനുശേഷം യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ ഇവൾക്ക് ശരിയാവുന്നില്ല. അത് ഇപ്പൊ മാറി. അന്ന് ഞാൻ കുഞ്ഞാണല്ലോ, ഒരു 5-6 ഇയേഴ്സേ ഉള്ളു. പക്ഷെ അന്നത്തെ ഇത് ഇപ്പൊ നമുക്ക് കിട്ടത്തില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി. കുഞ്ചമ്മയ്ക്ക് 5 മക്കളാണ്. 5 അഞ്ചാമൻ ഓമന കുഞ്ചു ആണ്. പഞ്ചാര വിത്തു നടന്നു കുഞ്ചു. കറക്റ്റാ. ഇപ്പൊ എത്ര വർഷമായി? അത് 7-8 years ആയിട്ടുണ്ടല്ലോ. 7-8 വർഷം കൊണ്ട് കുഞ്ഞ് പഠിച്ചു നടന്നു കറക്റ്റ് ആയിട്ട് പഠിച്ചു. അത് അത്ര കുഞ്ഞു മനസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനെ അത് വേറെ അങ്ങനെ ഇപ്പഴെന്ന് വെച്ചാ പറഞ്ഞ് അത് പഠിച്ചു കഴിഞ്ഞു. എനിക്ക് പിന്നെ കല്ലൂരിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അതാ ഈ വീഡിയോ. അയ്യോ കൊറേ ഉണ്ട് ഇങ്ങനത്തെ. എത്തിപ്പോ കീലക്ക എന്റെ ആക അല്ലെ തുറന്നാമൽ എന്റെ ആകാശം. മിറ്റം. എന്നിട്ട് അത് കഴിഞ്ഞൊരു ചോദ്യം ഉണ്ട്, കൊല്ലാമോ? എനിക്കിത് കണ്ടപ്പോ നമുക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി ഇത് കാണുമ്പോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് കുഞ്ഞിനെ കണ്ടപ്പോ കല്ലിനെ ഭയങ്കര ചബ്ബിയായിട്ടല്ലേ നമുക്ക് ഒരു മമ്മാട്ടിക്കുട്ടിയമ്മ സ്റ്റൈലിലുള്ള മുടി ഹെയർ സ്റ്റൈലും ഒക്കെ ആയിരുന്നു. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഞാൻ ഈ റൈമൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതില് ഇതുപോലെ വേറൊരു കൂടെ ഉണ്ട്. കൂമ നീ വരുമോ അങ്ങനെ പറഞ്ഞിട്ട്. അതായത് ഇവള് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ ഉണ്ടാക്കുന്നത്. അന്ന് ഇത്ര 2 വയസ്സിന്റെ ഈ വീഡിയോയില് ഇങ്ങനെ ഇരുന്നിട്ട് വീടിന്റെ വാതിക്കലിരുന്ന് അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് ട്യൂൺ ഒന്നായിരിക്കും. എന്നിട്ട് അവളുടേതായ കുറെ വാക്കുകളും ഒക്കെ കൊണ്ട് ഇങ്ങനെ പാടും. അതുപോലെ നമ്മുടെ മറ്റേ പാട്ട് ഏതായിരുന്നടാ, കല്ലൂരിന്റെ ഒരു പാട്ടുണ്ടേ, അതെനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഓർമ്മ. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അങ്ങനെ അർത്ഥ വ്യത്യാസമൊന്നുമില്ല. ഒന്നുമില്ല. സ്നേഹത്തിൻ പൂവാണിക പികനല്ലോ വിടനല്ലോ നിൻ പികനല്ലോ റാണിക. ഇതിങ്ങനെ എപ്പോഴും പാടും. കുളിപ്പിക്കുമ്പോഴും എന്തെങ്കിലും കൊടുക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അതിന് പ്രത്യേകിച്ച് ഒന്നും അർത്ഥമില്ല. അതിനൊരു വാക്ക് പോലും മലയാളത്തിലുള്ള വാക്കുകളല്ല, തന്നെ പാടും. അതിപ്പോഴും എൻ്റെ അനിയന്റെ കയ്യില് വീഡിയോയുടെ ഒരു കണക്ഷൻ ഉണ്ട് ഇവളുടെ. ഈ 9-8 മാസം 9 മാസം 1 വയസ്സൊക്കെ ആ സമയത്ത് ഇവൻ ഇവന്റെ മേത്ത് പിടിച്ചിരുത്തിയിട്ട് എടുക്കും വീഡിയോ. വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇതുപോലെ മമ്മൂട്ടി എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കും. മോഹൻലാൽ അവൻ എന്നിട്ട് പറയുന്ന ഒരു കാര്യം, ഇതെല്ലാം
ഇവളുടെ കല്യാണത്തിന് ആ വലിയ LED സ്ക്രീനിൽ ഞാൻ വയ്ക്കും. അതെപ്പോഴും പറയും അവൻ എനിക്ക് അയച്ചു തരാത്ത, അവന് കോപ്പിറൈറ്റ് ഉള്ള കുറെ സാധനങ്ങളുണ്ട്. അവൻ പറയാം അത് ആർക്കും കൊടുക്കൂല, അവൻ എനിക്ക് പോലും അയച്ചു തരൂല. അവന്റെ കയ്യിൽ അത് അവൻ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവന്റെ പേർപ്പസ് ഇതാണ്. അന്ന് കണ്ടാ മതി അച്ഛനും അമ്മയും അല്ലേ? അങ്ങനെയാ, അവൻ അയച്ചു തരൂല. അത് ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൽ കാണിച്ചു തരും. ഞാൻ പറയടാ ഒന്ന് അയച്ചു തരാന്ന് പറഞ്ഞാൽ തരൂല എന്ന് പറയും. കല്ലുവിന്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്യുതാനന്ദൻ വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ടില്ല. അപ്പൊ 8-9 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല 1 വയസ്സുണ്ടാവും. 1 വയസ്സുണ്ടോ? 1 വയസ്സുണ്ടോ? ഞാൻ ആലോചിക്കണം ആ പ്രായത്തിലൊക്കെ ഇത് കാണിക്കാന്ന് പറയുമ്പോഴല്ലേ ഒന്നും സംസാരിച്ചുകൊണ്ട് തുടങ്ങിയില്ലേ? അയ്യോ വല്ല ഓർമ്മയുണ്ടോ ആ സമയത്ത്? വല്ലോ എന്തെങ്കിലും കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ടത്. ഇതൊക്കെ ആ സമയത്തൊക്കെ കുഞ്ഞ് എങ്ങനെ കാണിക്കുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കോ? അച്ഛമാമയും മറ്റേ അല്ലേ കുറെ നാളൊക്കെ മിമിക്രി മിമിക്രിക്ക് എനിക്ക് കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്റ്റിന് ഫസ്റ്റ് എന്തൊക്കെ ചെയ്ത മിമിക്രിയില്? ഒരു സ്റ്റോറി പോലെ ആയിരുന്നു. നമ്മുടെ ശശികലിംഗ ഒരു മറ്റേ മരമുറി കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ശശി മച്ചാനായിട്ട് ഒരു യൂട്യൂബറായിട്ട് ശശികലിംഗ ഒരു യൂട്യൂബറായിട്ട് പ്രസന്റ് ചെയ്തോണ്ട് ശശികലിംഗയുടെ യൂട്യൂബൊന്നും പിന്നെ പുതുമയുള്ള സംഭവമല്ലല്ലോ. അപ്പൊ നമ്മൾ ആ രീതിയിൽ അങ്ങ് ചെയ്തു. 1-2 എനിക്ക് ഇത് കാണിച്ചു തരും ഒരു മിമിക്രി. കാരണം ഓൾറെഡി മറ്റേ ഈ എന്തിന്റെ ആയിരുന്നു നമ്മള് ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നേ മറ്റേ അയ്യോ ആ മൂവിയുടെ പേര് കാന്താരക്കാരുടെ മൂവി. ആ ഒരു ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറെ എന്തൊക്കെയാണ് കയ്യിലുള്ളത്? കൊറേ നാളായി ഞാൻ പ്രാക്ടീസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ മൂവി ഡയലോഗ് പറയാം. മൂവി ഡയലോഗ്. അച്ഛാ എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? കൊള്ളും. നിന്നോട് ഞാൻ ആ പച്ചക്കോളിൽ ചുമന്ന മുട്ട പിടിപ്പിച്ച് മാറ്റി വേറെടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത്? വേറെന്ത് ചെയ്യുന്നേ? പിന്നെ പട്ടി, പൂച്ച. അയ്യോ നല്ല രസമുണ്ടായിരുന്നു.